ഇനി റംലാജിയിലേക്ക് പോകാം. റംല എം ഇക്ബാൽ മാധ്യമ ദിനപത്രവുമായി ഷൊർണൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നന്ദി ഷിലിൻജി. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് മാധ്യമ ദിനപത്രത്തിലെ ഏതാനും വാർത്തകളിലൂടെ CPM-ന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ശശിയുദ്ധം നിർത്തി PV അൻവർ, പാർട്ടിയിൽ പൂർണ്ണ വിശ്വാസം, കുറ്റാരോപിതർ തുടരുന്നതിനോട് വിയോജിപ്പ്. വിരട്ടി വഴങ്ങി എന്നാണ് മാധ്യമം ഈ പ്രധാന വാർത്തയ്ക്ക് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. പൂരത്തിൽ ക്ലീൻ ചിറ്റ് എന്ന വാർത്തയും വിശദമായി കൊടുത്തിരിക്കുന്നു. ഒന്നാമത്തെ പേജിൽ സുവർണ ചതുരംഗം ചെസ് ഒളിമ്പ്യാഡിൽ ചരിത്രമെഴുതി ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾക്ക് സ്വർണം എന്ന് പറഞ്ഞ ടീമുകളുടെ ചിത്രസഹിതമുള്ള വാർത്ത. ചുവന്ന ലങ്ക, അനുര കുമാരദിസനായകെ ശ്രീലങ്കൻ പ്രസിഡന്റ് എന്ന വാർത്തയും ഒന്നാം പേജിൽ ഇടം പിടിച്ചിരിക്കുന്നു. കൽപ്പാത്തി രഥോത്സവം കൊടിയേറ്റം നവംബർ 7-ന്. പിടിമുറുക്കി ഓൺലൈൻ തട്ടിപ്പുകാർ. പാലക്കാട് ജില്ലയിൽ ഓൺലൈൻ തട്ടിപ്പ് കേസുകൾ വർദ്ധിക്കുന്നു. 20 ദിവസത്തിനിടെ 4 കേസ്. നഷ്ടപ്പെട്ടത് 1.15 കോടി. തട്ടിപ്പ് വീഡിയോ കോളിലൂടെ എന്ന് പറഞ്ഞ് ചെന്നൈയിൽ താമസിക്കുന്ന ശ്രീകൃഷ്ണപുരം സ്വദേശിയാണ് പരാതിക്കാരൻ. ടെലികോം അധികൃതർ എന്ന പേരിൽ തട്ടിപ്പുകാർ പരാതിക്കാരനെ ബന്ധപ്പെട്ട് മുംബൈ പോലീസ് രജിസ്റ്റർ ചെയ്ത കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പരാതിക്കാരന്റെ മൊബൈൽ ഫോൺ നമ്പറും ആധാറും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും വിവരങ്ങൾ മുംബൈ പോലീസിന് കൈമാറുകയാണെന്നും പറഞ്ഞു. തുടർന്ന് വാട്സ്ആപ്പ് വീഡിയോ കോളിൽ വന്നയാൾ മുംബൈ പോലീസ് ഇൻസ്പെക്ടറാണെന്നും വെർച്വൽ അറസ്റ്റ് ചെയ്തതായി CBIയുടെ പേരിലുള്ള കള്ളരേഖകളും കാണിച്ചു കൊടുത്തു. ഭീഷണിയിൽ വീണുപോയ പരാതിക്കാരന്റെ പണം മുഴുവൻ റിസർവ് ബാങ്കിന്റെ പരിശോധനയ്ക്കായി നൽകണമെന്നും നിയമപരമാണെങ്കിൽ തിരിച്ചു നൽകുമെന്നും പറഞ്ഞ് തട്ടിപ്പുകാരുടെ അക്കൗണ്ടിലേക്ക് 5 ദിവസം കൊണ്ട് 1.35 കോടി രൂപ കൈപ്പറ്റിയാണ് വൻ തട്ടിപ്പ് നടത്തിയത്. ഓണത്തിന് ശ്രീകൃഷ്ണപുരത്തെ വീട്ടിലെത്തിയപ്പോഴാണ് തട്ടിപ്പിനിരയായത് എന്ന് പറഞ്ഞ് ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വിശദമായ വാർത്ത പ്രാദേശിക പേജിൽ കൊടുത്തിരിക്കുന്നു. ഒപ്പം കൊള്ളപ്പലിശ സംഘങ്ങൾക്കെതിരെ കൂട്ടായ്മ എന്നൊരു വാർത്ത ഷൊർണൂരിൽ നിന്നും. മൈക്രോ ഫിനാൻസിന്റെ പേരിൽ ബ്ലേഡ് മാഫിയ സംഘങ്ങൾ ജനങ്ങളുടെ സ്വൈര ജീവിതം തകർക്കുന്നതിനെതിരെ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കവളപ്പാറ, കാരക്കാട് പ്രദേശങ്ങളിൽ 40ഓളം മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ വിലസുകയാണ്. രാത്രി സമയങ്ങളിൽ പോലും വീടുകളിൽ കയറി സ്ത്രീകളെ അടക്കം ഭീഷണിപ്പെടുത്തുകയാണ്. നിർധനരായ സ്ത്രീകൾക്ക് ഒരു നിയന്ത്രണവുമില്ലാതെ വായ്പ നൽകുകയാണെന്നും സാമ്പത്തിക പരാധീനത മൂലം തിരിച്ചടവ് മുടങ്ങിയാൽ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയാണെന്നും വീട്ടുകാർ പറഞ്ഞു എന്ന് പറഞ്ഞ വിശദമായ വാർത്ത. യാത്രാ ദുരിതം, പാസഞ്ചർ ട്രെയിനുകൾക്കായി മുറവിളി തുടരുന്നു എന്നൊരു വാർത്ത പാലക്കാട് നിന്നുമുണ്ട്. ഗൾഫ് കപ്പൽ ക്രൂസ് ഷിപ്പിംഗ് തുടർ നടപടി ലക്ഷ്യത്തിനരികെ. 1 മാസത്തിനകം കപ്പലിന്റെ വിവരങ്ങൾ അറിയിക്കാമെന്ന് കമ്പനി പറഞ്ഞ ഒരു വാർത്ത. S ഷാജിലാലാണ് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിൽ നിന്ന് ഗൾഫിലേക്കുള്ള യാത്രാ കപ്പൽ സർവീസും സംസ്ഥാനത്തെ തുറമുഖങ്ങൾ ബന്ധിപ്പിച്ചുള്ള കോസ്റ്റൽ ക്രൂസ് ഷിപ്പിംഗ് പദ്ധതിയും പ്രാവർത്തികമാക്കാൻ നടപടി വേഗത്തിലാക്കി മാരിടൈം ബോർഡ്. ചെന്നൈ ആസ്ഥാനമായ കമ്പനിയാണ് 2 പദ്ധതിക്കും സന്നദ്ധത അറിയിച്ച് മുന്നോട്ട് വന്നത്. കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കാണ് ഗൾഫ് യാത്രാ കപ്പൽ ആലോചിക്കുന്നത് എന്ന് പറഞ്ഞ വിശദമായ വാർത്ത. അനിശ്ചിതത്വം ഒഴിയാതെ മന്ത്രിമാറ്റം. NCP നേതാക്കൾ ഈ ആഴ്ച മുഖ്യമന്ത്രിയെ കാണും എന്നൊരു വാർത്ത ഫൈസൽ കുറ്റിയാനിക്കൽ കൊച്ചിയിൽ നിന്നും നൽകുന്നു. ഓണാവധി കഴിഞ്ഞിട്ടും സംസ്ഥാനത്തെ 215 ഹൈസ്കൂളുകളിൽ പ്രധാന അധ്യാപകരില്ല. ഏറ്റവും കൂടുതൽ ഒഴിവുകൾ ഇടുക്കി ജില്ലയിൽ. ഗുരുവായൂരിൽ വഴിപാടിനത്തിൽ ലഭിച്ചത് 83 ലക്ഷം എന്ന് പറയുന്നു. MM ലോറൻസിന് ഇന്ന് നാട് വിട നൽകുമെന്നൊരു വാർത്ത കൊച്ചിയിൽ നിന്നും. ഒരു അനുബന്ധ വാർത്ത കൂടിയുണ്ട്. അവസാന യാത്രയയപ്പും ചതിയിലൂടെ വിമർശിച്ച് മകളുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. CPM നേതാവ് MM ലോറൻസിന്റെ അവസാന യാത്രയയപ്പും ചതിയിലൂടെ എന്ന് മകൾ ആശ ലോറൻസ്. മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറണമെന്ന് ലോറൻസ് എവിടെയും പറഞ്ഞിട്ടില്ലെന്നും ലോറൻസിനേക്കാൾ വലിയ നിരീശ്വരവാദിയായിരുന്ന അദ്ദേഹത്തിന്റെ പിതാവിന്റെ അന്ത്യകർമ്മങ്ങൾ ക്രിസ്തീയ ആചാരങ്ങളോടെ ആയിരുന്നെന്നും മകൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. മൂത്ത മകന്റെ പാർട്ടി അടിമത്തം സ്വന്തം അപ്പനെ പാർട്ടി ചതിക്കുന്നതിന് കൂട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കുന്നുവെന്നും ഇവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു എന്ന് വിശദമായ വാർത്ത. വിജിലൻസ് പരിശോധന ഇന്ന് തുടങ്ങും. അന്വേഷണത്തിന്റെ ഭാവിയിൽ ആശങ്ക. ADGPക്കെതിരായ അന്വേഷണം SP-യുടെ നേതൃത്വത്തിലാണ് എന്ന് പറഞ്ഞ വിശദമായ വാർത്തകൾ തന്നെയാണ്. അനുബന്ധ വാർത്തകളുണ്ട്. ADGPക്ക് സംരക്ഷണം. CPI അതൃപ്തി അറിയിക്കും. പാർട്ടി തള്ളിയെങ്കിലും കൈവിടാതെ അണികൾ എന്ന് പറഞ്ഞ KP യാസിർ
മലപ്പുറത്ത് നിന്നും ഒരു വാർത്ത നൽകുന്നു. മുഖ്യമന്ത്രിക്ക് പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും PV അൻവർ MLA തള്ളിപ്പറഞ്ഞെങ്കിലും അണികൾ പാർട്ടി നിലപാടിനൊപ്പം നിൽക്കുമോ എന്ന് ആശങ്ക. പോലീസിന്റെ വഴിവിട്ട പോക്കടക്കം MLA ഉയർത്തിയ മിക്ക ആക്ഷേപങ്ങളിലും ശരിയുണ്ടെന്ന നിലപാടിലാണ് ഭൂരിഭാഗം CPM പ്രവർത്തകരും. മലപ്പുറം ജില്ലയിൽ നിന്നടക്കം അൻവറിന് സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും ലഭിക്കുന്ന വൻതോതിലുള്ള പിന്തുണ ഇതിന് തെളിവാണ് എന്ന് പറഞ്ഞ് വിശദമായി പോകുന്നു ആ വാർത്തയും. അന്വേഷണം ജനങ്ങൾക്ക് ബോധ്യപ്പെടണമെന്ന് കുഞ്ഞാലിക്കുട്ടി. അൻവറിനെ ലീഗ് സ്വാഗതം ചെയ്തിട്ടില്ല എന്ന് PMA സലാം. പൂരവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് പ്രഹസനമെന്ന് VD സതീശൻ. ആശങ്ക പരിഹരിക്കാൻ ഇടപെടുമെന്ന് മന്ത്രി K രാജൻ. CPIയെ UDFിലേക്ക് സ്വാഗതം ചെയ്ത് K സുധാകരൻ. രാഷ്ട്രീയ നിലപാടില്ലായ്മ പാർട്ടിയിൽ ചർച്ചയാകുന്നു എന്ന് പറഞ്ഞ് ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് പോലും മാറ്റാത്തതിനെ ചൊല്ലി സമ്മേളനങ്ങളിൽ ചോദ്യമുയരുന്നു എന്നൊരു വാർത്ത സ്വന്തം ലേഖകൻ കോഴിക്കോട് നിന്നും. പശ്ചിമ ബംഗാൾ സർക്കാരും കേന്ദ്രവും തമ്മിൽ തർക്കം. റിസർവോയറിൽ നിന്ന് ഏകപക്ഷീയമായി വെള്ളം തുറന്നുവിടുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഊർജ സെക്രട്ടറി രാജിവെച്ചു എന്ന വിശദമായ ഒരു വാർത്തയുണ്ട്. പാളത്തിൽ പാചകവാതക സിലിണ്ടർ. കാൺപൂരിൽ വീണ്ടും ട്രെയിൻ അട്ടിമറി ശ്രമം. എമർജൻസി ബ്രേക്കിട്ട് അപകടം ഒഴിവാക്കി എന്ന് പറഞ്ഞ് കാൺപൂരിൽ റെയിൽ പാളത്തിൽ വെച്ച പാചക സിലിണ്ടറിന്റെ ചിത്രസഹിതമുള്ള വാർത്ത. കുട്ടികളുടെ അശ്ലീല ചിത്രം പോക്സോയോ വിധി ഇന്ന് എന്ന് പറഞ്ഞ ഡൽഹിയിൽ നിന്നൊരു വാർത്ത. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കാണുന്നത് പോക്സോ അഥവാ കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമം തടയൽ നിയമം പ്രകാരവും വിവരസാങ്കേതിക നിയമപ്രകാരവും കുറ്റകരമല്ലെന്ന മദ്രാസ് ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്തിട്ടുള്ള ഹർജിയിൽ സുപ്രീം കോടതി തിങ്കളാഴ്ച വിധി പറയുമെന്ന് പറയുന്നു. പീഡനം അന്വേഷിക്കാൻ സ്വതന്ത്ര സമിതി വേണം. മമതയ്ക്ക് കത്തയച്ച് ബംഗാളി നടിമാർ. മോദിയുടെ യുക്രൈൻ സന്ദർശനത്തെ അഭിനന്ദിച്ച് ബൈഡൻ. ക്വാഡ് ഉച്ചകോടിയിൽ സംബന്ധിച്ച് പ്രധാനമന്ത്രി. ഇന്ത്യയിലെ 297 പുരാവസ്തുക്കൾ കൈമാറി US. ഷെമീനയുടെ മൈക്കോൺ അനുഷിന്. തിരുപ്പതി ലഡുവിലെ മായം. നായിഡുവിനെതിരെ മോദിക്ക് കത്തയച്ച ജഗന്റെ വീടിന് മുന്നിൽ പ്രതിഷേധം. നെയ്യ് വിവാദം അസംബന്ധമെന്ന കമ്പനി ജീവനക്കാരൻ. പൊതു താൽപര്യ ഹർജിയുമായി ഹിന്ദുസേന. വിശദമായിട്ടാണ് തിരുപ്പതി ലഡുവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പോകുന്നത്. ജീവനക്കാരില്ലാതെ ആശുപത്രികൾ ദീർഘാവധിയിൽ 2380 പേർ എന്നൊരു വാർത്ത. M ഷിബു തിരുവനന്തപുരത്ത് നിന്നും. പ്രധാന വിഭാഗങ്ങളിൽ ദീർഘാവധിയിലുള്ളവർ എന്ന് പറഞ്ഞ വളരെ വിശദമായിട്ടാണ് ആ വാർത്ത പോകുന്നത്. വനിതാ വാട്ടർ പോളോ കേരളം ജേതാക്കൾ എന്നൊരു വാർത്ത വെഞ്ഞാറമൂട് നിന്നും. ലഹരിക്കും അന്ധവിശ്വാസത്തിനുമെതിരെ ബാലകേരളം പദ്ധതി. പോലീസ് ഭവന നിർമ്മാണ കോർപ്പറേഷന് വീണ്ടും 96 കോടി. സേനയിലും എതിർപ്പ്. ടെൻഡർ വിളിച്ച് നിയമവിരുദ്ധമായി സബ് കരാർ നൽകുന്ന കോർപ്പറേഷന് സ്വന്തമായി നിർമ്മാണ സാമഗ്രികൾ ഒന്നുമില്ല എന്ന് രവീന്ദ്രൻ രാമണേശ്വരം കാസർഗോഡ് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു. അന്താരാഷ്ട്രീയ വാർത്തകളിൽ ഇസ്രയേലിൽ കനത്ത ആക്രമണം നടത്തി ഹിസ്ബുള്ള. ആയുധ നിർമ്മാണശാലയ്ക്കും ഫാമിനും തീപിടിച്ചു. ഇസ്രയേൽ സേനയുടെ റെയ്ഡ്. അൽ ജസീറ ചാനൽ ഓഫീസ് പൂട്ടിച്ചു. ഫലസ്തീന്റെ നിയന്ത്രണത്തിലുള്ള റാമല്ലയിലെ ഓഫീസാണ് പൂട്ടിച്ചത് എന്ന് പറയുന്നു. ഇറാനിലെ കൽക്കരി ഖനിയിൽ സ്ഫോടനം. 51 മരണം. ശ്രീലങ്കയുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത. ദിസനായകെ സാമൂഹിക ക്ഷേമം ആയുധമാക്കിയ പോരാളി എന്ന് പറഞ്ഞ് സായുധ പോരാട്ടങ്ങൾക്ക് പകരം സാമൂഹിക ക്ഷേമ പദ്ധതികളിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക ശക്തി വീണ്ടെടുക്കാമെന്ന് തിരിച്ചറിഞ്ഞ വിപ്ലവകാരിയാണ് അനുരാഗ് കുമാര ദിസനായകെ. മണിക്കൂറുകൾ കൂലിവേല ചെയ്ത് തുച്ഛമായ വേതനം പറ്റുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരിക എന്ന രാഷ്ട്രീയം വികാരമായി കൊണ്ടു നടന്ന ദിസനായകയ്ക്ക് ഇത്ര ചെറുപ്പത്തിൽ രാജ്യത്തിന്റെ പ്രസിഡന്റ് പദത്തിൽ എത്താൻ കഴിഞ്ഞതിൽ അത്ഭുതമില്ല. സ്കൂൾ പഠനകാലം മുതൽ ഇടതുപക്ഷ സഹയാത്രികനാണ്. അനുരാധപുര ജില്ലയിലെ ഒരു കുഗ്രാമത്തിൽ സാധാരണ തൊഴിലാളിയുടെ മകനായി ജനിച്ച ദിസനായകയ്ക്ക് 7.8 ദശലക്ഷം തൊഴിലാളികളുള്ള കൊച്ചു ദ്വീപിന്റെ ചരിത്രം മാറ്റിയെഴുതാൻ കഴിയുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് എന്ന് പറഞ്ഞ് വിശദമായ വാർത്ത. സിനിമാ വ്യവസായത്തിലെ തിരയിളക്കങ്ങൾ എന്ന് പറഞ്ഞ പഴയകാല ഓല ടാക്കീസുകളിൽ നിന്ന് സിനിമാ തിയേറ്ററുകൾ ഇന്ന് എത്തി നിൽക്കുന്ന വളർച്ചയെ വിപ്ലവകരമെന്ന് തന്നെ വിശേഷിപ്പിക്കാം. ലോകോത്തര നിലവാരത്തിലുള്ള സാങ്കേതിക വിദ്യയും അത്യാധുനിക സൗകര്യങ്ങളുമായി മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ ചെറുപട്ടണങ്ങളിൽ വരെ വന്നു എന്ന് പറഞ്ഞ് സിനിമാ വ്യവസായവുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു വാർത്തയുണ്ട്. തിരച്ചിൽ. അർജുൻ ഓടിച്ച ലോറിയിലേക്ക് ദിവസപരിധിയില്ലെന്ന് മന്ത്രി മംഗൾ വൈദ്യ.
പെൻഷൻ ഫണ്ട് തട്ടിപ്പ്, സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ എന്നൊരു വാർത്ത കോട്ടയത്തു നിന്നും. നഗരസഭയിലെ പെൻഷൻ ഫണ്ട് തട്ടിപ്പ് വിഷയത്തിലാണ് ഈ വാർത്ത. RSS തലവനോട് കെജ്രിവാളിന്റെ 5 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ വിശദമായിട്ടാണ് ആ വാർത്ത പോകുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിലെ ക്രമക്കേട് ഓഡിറ്റ് വിഭാഗം കണ്ടെത്താത്തത് മനഃപൂർവ്വം എന്ന ആക്ഷേപം. ഓഡിറ്റ് സംഘത്തിനു വേണ്ടി 1 വർഷം ചെലവഴിച്ചത് 16.61 കോടിയിൽ പരം രൂപ എന്ന് പറഞ്ഞ വിശദമായ ഒരു വാർത്തയാണത്. ഹജ്ജ് അപേക്ഷ സ്വീകരിക്കുന്ന സമയപരിധി ഇന്ന് അവസാനിക്കുമെന്നും തൃശൂർ പൂരം റിപ്പോർട്ടിനെതിരെ പ്രതിപക്ഷം എന്നൊക്കെയുള്ള വിശദമായ വാർത്തകളാണ് മാധ്യമം പങ്കുവയ്ക്കുന്നത്. RSS തലവനോട് കെജ്രിവാളിന്റെ 5 ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മാതൃസംഘടനയായ RSSനേക്കാളും മകൻ വലുതായെന്നാണോ സമീപനത്തിൽ നിന്ന് വ്യക്തമാകുന്നത് എന്നൊരു ചോദ്യം. പാർട്ടികളെ പിളർത്താനും പ്രതിപക്ഷ സർക്കാരുകളെ മറിച്ചിടാനും RSS സമ്മതിച്ചിട്ടുണ്ടോ എന്നത് രണ്ടാമത്തെ ചോദ്യം. അഴിമതിക്കാരായ നേതാക്കളെ BJPയിലേക്ക് കൊണ്ടുവരാൻ മോഹൻ ഭഗവത് സമ്മതിച്ചിട്ടുണ്ടോ? BJPക്ക് ഇനി RSSന്റെ ആവശ്യമില്ലെന്ന് പാർട്ടി അധ്യക്ഷൻ JP നദ്ദ പറഞ്ഞപ്പോൾ മോഹൻ ഭഗവതിന് എന്ത് തോന്നി? 75 വയസ്സ് പ്രായമായ െല്ലാം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന ചട്ടം നരേന്ദ്രമോദിക്ക് ബാധകമല്ലേ? ഇത്രയുമാണ് RSS തലവനോട് കെജ്രിവാൾ ചോദിച്ചിരിക്കുന്നത്. ന്യൂഡൽഹി ജന്തറിൽ നടത്തിയ ജനതാ കി അദാലത്തിൽ ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാളും മുഖ്യമന്ത്രി അതിഷി മർലേനയും ഇരിക്കുന്ന ഒരു ചിത്രസഹിതമാണ് ഈ വാർത്ത. ഇത്രയുമാണ് മാധ്യമം ദിനപത്രത്തിൽ നിന്ന് പങ്കുവയ്ക്കാനുള്ള വാർത്തകൾ. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി. ഷെൽജി.